വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മലനടയിൽ ഒരു കായ ഉണ്ടായിട്ടുണ്ട്, ഫ്രൂട്ട്. അത് ഞാനല്ല ആദ്യം കണ്ടത്, ഞാനാണ് കണ്ടത്. ചിപ്പിയമ്മയാണ് ആദ്യം കണ്ടത്. ചിപ്പിയമ്മ എന്നിട്ട് എന്നോട് പറഞ്ഞു, അത് ഞാൻ ഇവളോട് പറഞ്ഞു. എന്നിട്ട് അങ്ങനെയാണ് ഞങ്ങൾ എല്ലാരും കൂടെ പോയി ആ കാ കണ്ടു. കഴിച്ചില്ല, പക്ഷെ ഞങ്ങൾ പറിക്കാൻ പോവാണ്. ഇവിടെ ചോദിക്കുമോ മുന്തിരിങ്ങയാണോ എന്നൊക്കെ. മുന്തിരിങ്ങയാണെന്നൊക്കെ ഞാൻ ചോദിച്ചു. അവിടെ ചെന്നിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു മുന്തിരിങ്ങയൊന്നും അല്ല, ഇതൊരു ഫ്രൂട്ടാണ്, ഞാവൽപ്പഴം. നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താണ് പറയുന്നതെന്ന് കമന്റ് ചെയ്യണം. അപ്പൊ അതാ എല്ലാരും കൂടി എത്തി കുത്തി അത് പറിക്കാണ്. നിങ്ങൾക്ക് അത് തെളിഞ്ഞ് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഭദ്രയൊക്കെ കണ്ടില്ലേ, പിടിക്കാൻ നോക്കുവാണ്, പക്ഷെ പറ്റുന്നില്ല പുള്ളിക്കാരിക്ക്. അപ്പൊ എന്താ അങ്ങ് മേളിലൊക്കെ കൊറേ കാ ഇങ്ങനെ തൂങ്ങിടപ്പുണ്ട്. രാത്രി ആയിക്കൊണ്ട് അങ്ങനെ കാണത്തില്ല, എന്നാലും കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും കാണാം, ഒരു ഏതാണ്ട് ഒന്ന് തൂങ്ങി കിടക്കുന്ന പോലെ കാണാൻ പറ്റും. അപ്പൊ എല്ലാരും അങ്ങനെ പറിച്ചോണ്ടിരിക്കുകയാണ്. പൊന്നൂസ് പാവം അതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തുവാണ് ഇവര് ചേച്ചിമാരെല്ലാം പറിക്കുന്നത്, എന്താണ് ചെയ്യുന്നത് കുഞ്ഞിന് അറിയില്ലല്ലോ. അപ്പൊ നമ്മള് കൊറേ നേരം അങ്ങനെ ശ്രമിച്ചു, കൊറേ കിട്ടി. ലാസ്റ്റ് ചിപ്പിയമ്മയെ നമ്മളെ സഹായിച്ചു. എന്നിട്ട് പൊന്നുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യാന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവളെ എക്സ്പ്രഷൻ കണ്ടോ? ഇതാണ് നമ്മുടെ മലനട. ഇവിടെയൊക്കെയായിരുന്നു നമ്മുടെ ഞാവൽപ്പഴം. ഇത് എനിക്ക് കൈ കിട്ടിയപ്പോ ഭയങ്കര ഇത്, നമുക്ക് പെട്ടെന്ന് കഴിക്കും. ഇങ്ങനെ ആയിരിക്കും ഇത് ഇരിക്കുന്നത്, ഒരാകാംക്ഷ. അപ്പൊ ഇത് ഞങ്ങള് അതിന്റെ ചെറിയ ചെറിയ തൊലിയൊക്കെ ഉരിച്ച് ഞങ്ങളത് കഴിക്കുവാണ്. ഞാനും കൊടുത്തു കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ ഞാൻ കഴിച്ചു. ദുർഗയുടെ എക്സ്പ്രഷൻ കണ്ടോണേ, ഞാൻ മാത്രം ഇങ്ങനെ ഭയങ്കര കമർപ്പായിരുന്നു. എനിക്ക് തോന്നി ഇവരെല്ലാരും കൂടെ എന്നെ പ്രാങ്ക് ചെയ്താന്ന്. അത്രയ്ക്ക് നല്ല പഴമാന്ന് പറഞ്ഞാണ് ഇവരെന്നെ വിളിച്ചോണ്ട് പോകുന്നത്. അവിടെ ചെന്നപ്പോ കയ്പുള്ള ഒരു പഴം, കമർപ്പാതിര്, മധുരം ഉണ്ട്. ചെറിയൊരു മധുരം. നന്നായിട്ട് പഴുത്തേനാണ് മധുരം. ഞാൻ ലാസ്റ്റ് വരണ എന്റെ കയ്യിൽ ഇരുന്ന് നല്ല പഴുത്തായിരുന്നു. അതിപ്പോ ഭദ്ര ഇവൾക്ക് കൊണ്ട് കൊടുത്തേ, എടി ഇതൊന്ന് കഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര മധുരമുള്ളത്. അവൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്കും കിട്ടിയത് ഇവൾക്ക് കൊടുത്തു, അതിനായിരുന്നു ഏറ്റവും മധുരം. ഞങ്ങൾ പണ്ടത്തെ കാലം ഇങ്ങനെ ഓർക്കുകയാണ്. ഞങ്ങൾ അവിടെ ഇരുന്നു. ഞങ്ങള് പണ്ടി മരം ഉള്ളപ്പോ ഞാന്, ലച്ചു, ഭദ്ര ഇവരെല്ലാം കൂടെ അവിടെ നിന്ന് കളിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഇല്ല. അവിടുത്തെ മരമൊന്നും ഇല്ലാത്തപ്പോ തണലൊന്നും ഇല്ല, ഭയങ്കര ചൂടാണ്. എല്ലാം മുറിച്ച് കളഞ്ഞു. അന്നേരം ഞങ്ങക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. ഇപ്പൊ ഭദ്രമോ നമ്മുടെ ചിപ്പിയമ്മയ്ക്ക് പറഞ്ഞ ഞങ്ങൾ എല്ലാരും കൂടെ കൊണ്ട് കൊടുത്തു. കഴിക്കെന്ന് പറഞ്ഞ ഭദ്ര പറഞ്ഞു കഴിക്ക് എല്ലാവരുടെയും മനസ്സിൽ എന്നാ എന്റെ കൂടെ കഴിക്കുന്ന ഭദ്രം കൊടുത്തതും കഴിച്ചു. നമ്മുടെ എന്റെ ലച്ചുവിന്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞി സാധനം ഇരിപ്പുണ്ട്, അതാണ് നമ്മുടെ പൊന്നു. നമ്മൾ ഇരിക്കുമ്പോ അവളെ കാണില്ല. എന്ത് ഒരാളവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൊറേ തമാശയൊക്കെ പറഞ്ഞു അവിടെ അങ്ങ് ഇരുന്നു. പിന്നെ ചിപ്പിയമ്മ ഇഷ്ടം പോലെ ഞങ്ങക്ക് കായെല്ലാം പറിച്ചു തന്നായിരുന്നു. ഞങ്ങൾ അത് തിന്നോണ്ട് അങ്ങ് ഇരുന്നു. നമുക്ക് ആദ്യം കഴിക്കുമ്പോഴത്തെ കവർപ്പയുള്ളായിരുന്നു. പിന്നെ അങ്ങ് സെറ്റായി, ആ ഒരു ടേസ്റ്റിനോട് നമ്മളങ്ങ് സെറ്റായി. ഇവളാണെങ്കിൽ തിന്നോണ്ട് അവിടെ അങ്ങ് ഇരിക്കും. എടി വാടി എന്ന് പറഞ്ഞിട്ട് ഇവള് വരത്തില്ല. അതിന്റെ ടേസ്റ്റ് ആസ്വദിച്ച് അവിടെ ഇരുന്ന് പോയിട്ടോ. അത്രയ്ക്ക് കവർപ്പാണെങ്കിലും ചെറിയൊരു മധുരമുണ്ട്. അതിന്റെ ഉള്ളു കാണാൻ എങ്ങനെ ഇരിക്കുന്ന കണ്ടോ? അതിന്റെ ഉള്ളു കാണാൻ എന്താ ഇങ്ങനെ മുന്തിരിങ്ങ, സെയിം മുന്തിരിങ്ങ പോലെ മുന്തിരിങ്ങ ചൂട് ഗ്രീൻ കളർ ഡാർക്ക്നെസ്. അതിന്റെ അകത്ത് ചെറിയൊരു കുരു ഉണ്ട്. പക്ഷെ നമുക്ക് തിന്നാൻ പറ്റും, എന്നാലും തിന്നാനൊക്കെ പറ്റും. കുരു തിന്നാൻ പറ്റത്തില്ല. ഞാൻ ചവച്ചരിച്ചു. അതിന് ചവർപ്പൊന്നും ഇല്ലായിരുന്നു, ഒരു കയ്പേ ഉള്ളായിരുന്നു ഗൈസ്. എന്നാലും സഹിച്ചങ്ങ് തിന്നു. ഞാനാണെങ്കിൽ നമ്മൾ ഈ കൊക്കോക്കയുടെ കുരുവൊക്കെ തിന്നത്തില്ല, അതുപോലെ കൊക്കോക്കയുടെ കുരു ഒരു മധുരമാ.
മധുരോ ഇന്ന് തിന്നിട്ടുണ്ട്. ഒരു മധുരല്ലേ. അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,